എറണാകുളം പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺമക്കളെ ആൺസുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോക്സോയും ജുവൈനൈൽ ജസ്റ്റിസ് ആക്ടുമാണ്. പെൺകുട്ടികളെ മദ്യം കുടിപ്പിക്കാൻ അമ്മ പ്രേരിപ്പിച്ചെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സുഹൃത്തായ ധനേഷ് കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യം മനസ്സിലായിട്ടും പോലീസിനെ അമ്മ അറിയിക്കാതെ മറച്ചുവെച്ചതായും കണ്ടെത്തി. അധ്യാപികയുടെ മൊഴി കൂടി പരിശോധിച്ച ശേഷമാണ് അറസ്റ്റുണ്ടായത്. കുറുപ്പംപടി പീഡനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അമ്മയും ആൺസുഹൃത്തും ചേർന്ന് പെൺകുട്ടികൾക്ക് നിരന്തരം മദ്യം നൽകിയായിരുന്നു ഈ ക്രൂര പീഡനങ്ങളെല്ലാം നടത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ആ സംഭവത്തിൽ ക്ലാസ് ടീച്ചറുടെ മൊഴിയാണ് നിർണായകമായത്. കുട്ടികളുടെ മൊഴികളിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ കൂടുതൽ പോക്സോ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺമക്കളെ പീഡിപ്പിച്ച കേസിൽ അമ്മ അറസ്റ്റിലായത്. അറസ്റ്റിലായ ശേഷവും ഇവർ കുറ്റം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അമ്മയ്ക്കെതിരായി കുട്ടികളുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും മൊഴിയാണ് നിർണായകമായി മാറിയത്. മജിസ്ട്രേറ്റിൻ്റെ അനുമതി വാങ്ങിയാണ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമ്മയുടെ സുഹൃത്താണ് പ്രായപൂർത്തിയാവാത്ത ഈ പെൺമക്കളെ പീഡിപ്പിച്ചത്. എന്നാൽ ഈ പീഡന വിവരം 3 മാസമായി അമ്മയ്ക്ക് അറിയാമെന്നായിരുന്നു പ്രതിയായ ധനേഷിൻ്റെ തന്നെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമ്മയെ പ്രതി ചേർത്തത്. കേസിൽ കുട്ടികളുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 9ഉം 12ഉം വയസ്സുള്ള കുട്ടികളെയാണ് പ്രതി പീഡിപ്പിച്ചത്. ധനേഷ് ലൈംഗിക വൈകൃതങ്ങൾ ഉള്ള ആളാണെന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടികൾ സഹപാഠികൾക്ക് എഴുതിയ കത്തിലൂടെയാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. പ്രതി 2 വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പെൺകുട്ടികളോട് അവരുടെ സുഹൃത്തുക്കളെ എത്തിച്ചു നൽകാനും ഇയാൾ ആവശ്യപ്പെട്ടതായും ആ പരാതിയിൽ പറയുന്നു. തുടർന്ന് പെൺകുട്ടികൾ ഒരാൾ തൻ്റെ സുഹൃത്തിനെ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു കത്താണ് കേസിൽ വഴിത്തിരിവായി മാറിയത്. ഈ കത്തിനെക്കുറിച്ച് ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മയായ അധ്യാപികയോട് പറഞ്ഞിരുന്നു. അതോടെയാണ് കേസിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. 3 വർഷം മുമ്പ് ഈ കുട്ടികളുടെ അച്ഛൻ മരിച്ചിരുന്നു. അദ്ദേഹം രോഗബാധിതനായിരുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി വിളിച്ചിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഇപ്പോൾ കുട്ടികളെ ഉപദ്രവിച്ച പ്രതി ധനേഷ്. പിതാവിൻ്റെ മരണശേഷം കുടുംബവുമായി കൂടുതൽ അടുത്ത ഇയാൾ ശനി ഞായർ ദിവസങ്ങളിൽ സ്ഥിരമായി വീട്ടിലെത്തുമായിരുന്നു. പിന്നീട് ഒരു രണ്ടാനച്ഛൻ്റെ സ്ഥാനം ഇയാൾ ഏറ്റെടുക്കുകയായിരുന്നു. കുറ്റം ചെയ്ത പ്രധാന പ്രതി ധനേഷിനേക്കാൾ ക്രൂരമായ മനസ്സിൻ്റെ ഉടമയാണ് ആ അമ്മ എന്ന് പറയേണ്ടി വരും. ഇത്രയും കാലം പീഡനം നടന്നിട്ടും ഇപ്പോൾ അറസ്റ്റിലായിട്ടും അവർക്ക് കുറ്റബോധമോ ദുഃഖമോ ഒന്നും തന്നെയില്ല. ചെയ്ത തെറ്റുകളൊന്നും അവർ ഇതുവരെ സമ്മതിച്ചിട്ടുമില്ല.